ഹെഡ്ജ് വിവേകത്തോടെ കാര്യം സാമ്പത്തികമാണ്. പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന എംപിമാർക്ക് സ്വന്തം മണ്ഡലത്തിലെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി കേന്ദ്ര സർക്കാർ അനുവദിക്കേണ്ട തുക എത്രയാണ്? കഴിഞ്ഞ 5 വർഷം കേരളത്തിലെ 20 എംപിമാർക്ക് ലഭിച്ചതെത്ര? അതിൽ എത്ര ചെലവാക്കി? എന്തിനൊക്കെ ചെലവാക്കി? പരിശോധിക്കുകയാണ് കാര്യം സാമ്പത്തികം. എറണാകുളം മണ്ഡലത്തിലെ സിറ്റിംഗ് എം പി ഹൈബി ഈഡൻ പ്രതികരിക്കുന്നു. യഥാർത്ഥത്തിൽ 25 കോടി രൂപയാണ് 5 വർഷം ഒരു എം പിക്ക് ലഭിക്കേണ്ടത്. പക്ഷേ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ 2 തവണയായി ഫണ്ട് PM കെയറിലേക്ക് വകമാറ്റിയപ്പോൾ 17 കോടി രൂപയാണ് ഇന്ത്യയിലെ എല്ലാ എം പിമാർക്കും ലഭിച്ചത്. ആ 17 കോടി രൂപ ചെലവഴിക്കുന്നതിനോടൊപ്പം തന്നെ 4.88 കോടി രൂപ മുൻ എം പി പ്രൊഫസർ KV തോമസിൻ്റെ വിനിയോഗിക്കാതെ കിടന്ന ഫണ്ട്, അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. അതിൽ ക്രിയേറ്റീവായിട്ടുള്ള പ്രോജക്ട്സ് എന്ന് പറയാൻ സാധിക്കുന്നത് ക്യൂൻസ് വാക്ക്വേയിലെ വൈഫൈ സ്ട്രീറ്റ് വ്യത്യസ്തമായ ഒരു പദ്ധതിയാണ്. 1.8 കിലോമീറ്റർ ദൈർഘ്യമുള്ള സൗജന്യമായി വൈഫൈ BSNL മുഖാന്തരം ജനങ്ങൾക്ക് ലഭിക്കുന്നു. ഓപ്പൺ ജിമ്മുകൾ ഗ്രാമപ്രദേശങ്ങളിലേക്ക്, എളങ്ങുന്നപ്പുഴ, മാവേലിപുരം അതുപോലുള്ള ഉൾപ്രദേശങ്ങളിൽ ഓപ്പൺ ജിം എന്ന സങ്കല്പം അത് നൽകാൻ സാധിച്ചു. ഒരു എം പിക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത ഒന്നാണ് റെയിൽവേ വികസനം. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഒരു സാറ്റലൈറ്റ് റെയിൽവേ സ്റ്റേഷൻ ആയി പ്രവർത്തിക്കുന്ന തൃപ്പൂണിത്തുറ. ആ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് 20,000 സ്ക്വയർ ഫീറ്റിൽ ഒരു പാർക്കിംഗ് ഗ്രൗണ്ടും അതിൻ്റെ ബ്യൂട്ടിഫിക്കേഷനും 2 വീലറുകളും 4 വീലറുകളും പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം 75 ലക്ഷം രൂപ കൊടുത്ത് MP ഫണ്ട് ചെലവഴിച്ചാണ് വിനിയോഗിച്ചത്. കേരളത്തിലെ മുഴുവൻ ട്രൈബൽ വിഭാഗത്തിലെ പെൺകുട്ടികൾ പഠിക്കാൻ വരുന്ന എറണാകുളത്ത് 60ഓളം പെൺകുട്ടികൾ പഠിക്കുന്ന ട്രൈബൽ ഹോസ്റ്റലിൽ ട്രൈബൽ ഫണ്ട് വിനിയോഗിച്ച് ഒരു സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് ഡിജിറ്റൽ ലൈബ്രറി അവർക്ക് റിസർച്ച് നടത്താനും അവർക്ക് പുസ്തകങ്ങൾ, ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാനും എല്ലാ ഡിജിറ്റൽ സൗകര്യങ്ങളോടുകൂടിയിട്ടുള്ള ഡിജിറ്റൽ ലൈബ്രറിയും ഇതിൻ്റെ സവിശേഷതയാണ്. മറയൂരിലേക്കും അതുപോലെ തന്നെ കുട്ടമ്പുഴ പ്രദേശങ്ങളിലുമെല്ലാം ആംബുലൻസുകളും സ്കൂൾ ബസ്സുകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി പ്രദേശത്തെ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ജനകീയ ലബോറട്ടറി നിർമ്മിക്കുന്നതിന് 1.5 കോടി രൂപ MP ഫണ്ടിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ഒരു പദ്ധതി എന്ന് പറയുന്നത് എടുത്തു പറയേണ്ടത് സ്മാർട്ട് അംഗൻവാടിയാണ്. അപ്പോൾ എല്ലാ പഞ്ചായത്തിലും ഒരു സ്മാർട്ട് അംഗനവാടി എന്ന് പറഞ്ഞാൽ ഏറ്റവും അത്യാധുനികമായ സൗകര്യങ്ങളോടുകൂടി ഞങ്ങൾ മൂലമ്പള്ളിയിൽ CSR ഫണ്ടിൽ തുടങ്ങിയതാണ്. പക്ഷേ അത് അതേ മാതൃകയിൽ മറ്റ് പഞ്ചായത്തുകളിലേക്കും തുടങ്ങാൻ വേണ്ടിയിട്ട് കോട്ടുവള്ളി പഞ്ചായത്തിൽ ചെമ്മായം പ്രദേശത്ത് നമ്മളൊരു സ്മാർട്ട് അംഗൻവാടി നൽകിയിട്ടുണ്ട്. കുഴുപ്പള്ളി വൈപ്പിൻ പ്രദേശത്തും അത് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. CSR ഫണ്ടിലും അത് പൂർത്തീകരിക്കുന്നുണ്ട്. MP ഫണ്ട് വിനിയോഗത്തെക്കുറിച്ച് എറണാകുളം മണ്ഡലത്തിലെ സിറ്റിംഗ് MP ഹൈബി ഈഡൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി വിലയിരുത്തേണ്ടതും വിധി എഴുതേണ്ടതും ജനങ്ങളാണ്. മറ്റൊരു മണ്ഡലത്തിലെ MP ഫണ്ട് വിനിയോഗത്തിന്റെ വിശദാംശങ്ങളുമായി കാര്യം സാമ്പത്തികം അടുത്ത എപ്പിസോഡിൽ.